ബഹുമാനപ്പെട്ട DEO, ബഹുമാനപ്പെട്ട ഫോറം സെക്രട്ടറിയും സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണുമായ സുനിൽ സാർ, ബഹുമാനപ്പെട്ട കൺവീനർ സനൽകുമാർ സാർ, ബഹുമാനപ്പെട്ട നമ്മുടെ കാരണവരായ ഉണ്ണികൃഷ്ണൻ സാർ, ബഹുമാനപ്പെട്ട RP പ്രദീപ് സാർ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, നല്ല വിശദമായൊരു ക്ലാസ് ഷാജി സാർ തന്നു കഴിഞ്ഞു. ഷാജി സാർ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും തന്നെ പ്രഗത്ഭരായ ഫിസിക്കൽ സയൻസ് അധ്യാപകരാണ്, പല രീതിയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഞാൻ പറയാൻ പോകുന്ന ഭാഗങ്ങൾ പേജ് 141 തൊട്ട് പേജ് 148 വരെയുള്ള ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്ന് പറയുന്നത് അമീറ്റർ, വോൾട്ട് മീറ്റർ, ബൾബ്, ഡ്രൈ സെല്ലുകൾ, കണക്റ്റിംഗ് വയർ എന്ന് പറയുമ്പോൾ ഇൻസുലേഷൻ ഉള്ളത്, പിന്നെ നിക്രോം വയർ എന്ന് പറയുമ്പോൾ ലാബ് സപ്ലൈസിന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് താരപ്പറമ്പിൽ പോയി ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയില് 30 രൂപ കൊടുത്താൽ കിട്ടും. അത് പൊളിച്ച ഫിലമെന്റ് മാത്രമായിട്ട് കിട്ടും. 20 രൂപയ്ക്കും കിട്ടും, 30 രൂപയ്ക്കും കിട്ടും. അതിനെ വാങ്ങിച്ച് നമ്മുടെ ആവശ്യമായ അളവിൽ മുറിച്ചെടുക്കാം. അപ്പൊ ചെലവും കുറവാണ്. അതിന് ലാബ് സപ്ലൈസ് കിട്ടുന്ന നിക്രോം വയറിനേക്കാൾ ക്ഷമത കുറച്ചുകൂടെ കൂടുതലുമാണ്. അതുകൊണ്ട് ആ നിക്രോം വയർ ആയിരിക്കും നല്ലത്. കോപ്പർ വയർ, റിയോസ്റ്റാറ്റ്, പിന്നെ പറ്റുമെങ്കിൽ ഒരു സാധനം കൂടെ ഒപ്പിക്കുക. ഈ കുട്ടികളിലെ കാണുന്ന ഒരുതരം പെൻസിലുണ്ട്. പെൻസിലിൽ കുഞ്ഞു കുഞ്ഞു മുനകളുടെ കുറെ പീസുകളാണുള്ളത്. ഒരറ്റത്തൂടെ ഒരു പീസ് മോന തള്ളിക്കയറ്റുമ്പോൾ അപ്പുറത്തോടെ ഒരു മോന ഇറങ്ങി വരുന്ന ടൈപ്പ് ഒരു പെൻസിലുണ്ട്. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ ഒരു പെൻസിലൂടെ കരുതുന്നത് നല്ലതാണ്. റിപ്പീറ്റ്, കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മോനയുടെ യൂണിറ്റുകൾ ചേർന്ന പ്ലാസ്റ്റിക് പെൻസിൽ. അതിനകത്ത് ഒരു വശത്തൂടെ ഒരു കുഞ്ഞു മോനയുടെ പീസ് ടോപ്പിൽ കൂടെ തള്ളി കൊടുക്കുമ്പോൾ ലോവർ എൻഡിൽ കൂടെ ഒരു മോന വെളിയിൽ അപ്പോഴും തന്നെ വെളിയിൽ വരും. അതിനകത്ത് എല്ലാ മോനോടും ഒരുമിച്ച് നീങ്ങുന്ന അത്തരം ഒരു പെൻസിൽ. ഇത്തരം സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മള് കണ്ടക്ടർ, ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കണ്ടക്ടർ പറയുമ്പോൾ എന്താണ് കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്ന് വ്യക്തമായിട്ട് കൊടുക്കണം. ലോഹങ്ങളുടെ അറ്റോമിക് സൈസ് വളരെ കൂടുതലായതുകൊണ്ട് താരതമ്യം കമ്പാരിറ്റീവ്ലി നോൺ മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസും വാലൻസ് ഷെല്ലും തമ്മിലുള്ള ദൂരം കൂടുതലാണ്. അതുകൊണ്ട് ന്യൂക്ലിയസിൽ നിന്ന് വാലൻസ് ഷെല്ലിലേക്കുള്ള ദൂരം കൂടുതലായതുകൊണ്ട് ആ ഇലക്ട്രോണുകൾ കിട്ടുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായതുകൊണ്ട് അവ ആറ്റം വിട്ട് വെളിയിൽ ചാടി സ്വതന്ത്ര ഇലക്ട്രോണുകളാവും. അങ്ങനെ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉള്ളത് ലോഹങ്ങൾ നല്ല കണ്ടക്ടറാണ്. എന്നാൽ ഇൻസുലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നവയ്ക്ക് അറ്റോമിക് സൈസ് വളരെ കുറവായതുകൊണ്ട് ന്യൂക്ലിയസ് മുതൽ വാലൻസ് ഷെൽ വരെയുള്ള ദൂരം വളരെ കുറവായതുകൊണ്ട് ന്യൂക്ലിയസിൽ നിന്ന് വാലൻസ് ഷെല്ലിലേക്കുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അവയ്ക്ക് ആറ്റം വിട്ട് വെളിയിൽ ചാടാൻ കഴിയില്ല, സ്വതന്ത്ര ഇലക്ട്രോൺ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് അവ കണ്ടക്ടർ ആകാത്തത് എന്ന് ഒന്ന് പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷായ് സാർ പറഞ്ഞത് ഒരു സർക്യൂട്ട് ഒക്കെ നിർമ്മിച്ച് കാണിച്ചു കൊടുക്കാം. ഒരു ബൾബും സ്വിച്ചും മീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ ഉൾപ്പെടുത്തി ഒരു സർക്യൂട്ട് നിർമ്മിച്ച് കാണിച്ചു കൊടുക്കാം. അതിൽ തന്നെ ആദ്യം ഒരു 6 വോൾട്ടിന്റെ ബൾബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം 2 സെല്ല് വയ്ക്കുക, പിന്നെ 3 ആക്കുക, 4 ആക്കുക. അപ്പൊ ബൾബിന്റെ വെട്ടം കൂടി വരുന്നതൊക്കെ നന്നായിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇനി അവിടെ നിങ്ങൾ പറയേണ്ടത് കണ്ടക്ടറിൽ കൂടി സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് കറണ്ട്. ആദ്യകാലത്ത് കറണ്ട് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഒരു വിശ്വാസമുണ്ടായിരുന്നു,
കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അത് വെച്ച് ഒരുപാട് നിയമങ്ങളൊക്കെ വന്നു. ബട്ട് വർഷങ്ങൾക്ക് ശേഷം അലസാൻഡ്രോ വോൾട്ട സെൽ എന്ന ഉപകരണം ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇലക്ട്രോണുകൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഒഴുകുന്നത്. അന്ന് ഇന്നത്തെ പോലുള്ള സാങ്കേതിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ നാടുകളിലും കവസം നിർത്തിക്കാനൊന്നും എളുപ്പമല്ലാത്തതുകൊണ്ട് ഈ ദിശ അങ്ങ് തുടരാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അതിനെ കൺവെൻഷണൽ ഡയറക്ഷൻ, പോസിറ്റീവ് ടു നെഗറ്റീവ്, പഴയ കൺവെൻഷൻ അനുസരിച്ചുള്ള ദിശ കൺവെൻഷണൽ ഡയറക്ഷൻ, നെഗറ്റീവ് ടു പോസിറ്റീവ് ഉള്ളതിന് ഇലക്ട്രോണിക് കറണ്ട് എന്ന് പറയുന്നു. കുട്ടികൾ പടം വരയ്ക്കുമ്പോഴും കറണ്ടിന്റെ ദിശ പരിഗണിക്കുമ്പോഴും എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് പരിഗണിച്ചാൽ മതി എന്ന് എടുത്ത് പറയണം. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിക്കാം. ഒരു ബാറ്ററി ഒരു ബൾബിൽ നിന്ന് 1 മീറ്റർ വയർ വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ബാറ്ററിയിൽ നിന്ന് ഇറങ്ങുന്ന ഇലക്ട്രോൺ ബൾബിൽ എത്താൻ ഏകദേശം എത്ര സമയം എടുക്കും? കുട്ടികൾ പല ഉത്തരങ്ങൾ പറയട്ടെ. ഇലക്ട്രോണുകൾ ചാലകത്തിൽ കൂടി വളരെ സാവധാനമാണ് നീങ്ങുന്നത്. ആ ഇലക്ട്രോൺ ചലിക്കുന്ന പ്രവേഗത്തിന് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് പറയുക. അത് ഏകദേശം 0.1 മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ നീങ്ങാൻ 10 സെക്കൻഡ് വേണം. അപ്പൊ 1 സെന്റിമീറ്റർ നീങ്ങാൻ 100 സെക്കൻഡ് വേണം. അപ്പൊ 1 മീറ്റർ നീങ്ങാൻ 10,000 സെക്കൻഡ്. അപ്പൊ കുട്ടികൾ അപ്പൊ തന്നെ ഇങ്ങോട്ട് ചോദിക്കും, അപ്പൊ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് ഉടനെ ബൾബ് പിന്നെ കത്തുന്നത് എങ്ങനെ? 1 മീറ്റർ നീളമുള്ള വയറിൽ കൂടി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ബൾബ് വരെ എത്താൻ 10,000 സെക്കൻഡ് വേണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് ഉടനെ എങ്ങനെ ബൾബ് കത്തുന്നു? അവിടെയാണ് ഞാൻ പറഞ്ഞ മുന ഒടിച്ച് കയറ്റുന്ന പെൻസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ പെൻസിൽ കയ്യിലെടുത്ത് വെച്ച് ഒരു വശത്ത് നിങ്ങൾ ഒരു മുന തള്ളിക്കയറ്റുക. അപ്പോഴ് അതേ സമയത്ത് മറ്റേ വശത്ത് നിന്ന് ഒരു മുന ഇറങ്ങി വരുന്നത് കാണാം. അതിന് ഒരു കാര്യം കൂടെ കാണിച്ചു കൊടുക്കാം. നമ്മൾ തള്ളിക്കയറ്റിയ മുന അല്ല അപ്പുറത്തെ വെളിയിൽ വന്നത്, വേറൊരു മുനയാണ് വന്നത്. പക്ഷേ സൈമൾട്ടേനിയസ് ആണ്. ഇതുപോലെ ഒരു ബാറ്ററി, ചാലകം, വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം ഇവയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവിൽ നിന്ന് ഒരു ഇലക്ട്രോൺ സർക്യൂട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഏറ്റവും അടുത്ത ഇലക്ട്രോണിന് ഒരു തള്ളൽ കൊടുക്കും. ഈ തള്ളൽ ആ സർക്യൂട്ടിലെ എല്ലാ ഭാഗത്തുള്ള സ്വതന്ത്ര ഇലക്ട്രോണുകൾക്കും ഒരേ ദിശയിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് സർക്യൂട്ടിലെ എല്ലാ ഇലക്ട്രോണുകളും ഒരേ സമയം ചലിക്കുകയും ചാലകമ്പിയുടെ അവസാന ഇലക്ട്രോൺ പോസിറ്റീവ് ചെന്ന് കയറുകയും ചെയ്യും. ഇവയെല്ലാം ഒരുമിച്ച് സംഭവിക്കുന്നത് കൊണ്ട് അവിടെ പെൻസിൽ ഒടിച്ച് കയറ്റുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിക്കാം. അതുകൊണ്ടാണ് സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ ബൾബ് കത്തുന്നത്. അല്ലാതെ സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ ബാറ്ററിയിലെ ഇലക്ട്രോൺ പെട്ടെന്നൊന്നും ബൾബിൽ എത്തൂല. 1 സെന്റിമീറ്റർ നീങ്ങാൻ 100 സെക്കൻഡ് വേണം. അത് നല്ലവണ്ണം ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് നിങ്ങൾക്കൊരു ടോർച്ച് ഉണ്ടാക്കിക്കാം. അവിടെ PVC പൈപ്പും 2 സെല്ലും ഒരു സ്വിച്ചും കണക്റ്റിംഗ് വയറും ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ 2 ട്രൈ സെല്ല് ഉപയോഗിക്കുമ്പോൾ 3 വോൾട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ചുവപ്പോ പച്ചയോ വെള്ളയോ LED ഉപയോഗിച്ചാൽ അവ 2 വോൾട്ടിന്റെ LED ആയതുകൊണ്ട് ഈ 3 വോൾട്ട് കൊടുക്കുമ്പോൾ LED അപ്പോഴും കേടായിപ്പോകും. അതുകൊണ്ട് നീല LED ഉപയോഗിക്കുക. നീല LEDക്ക് 3 വോൾട്ടാണ് വേണ്ടത്. അപ്പൊ ടോർച്ച് നിർമ്മിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, കഴിയുന്നത് നീല LED ഉപയോഗിക്കുക. കാരണം 1.5 സെല്ലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, 2 എണ്ണം. 3 വോൾട്ടിൽ നമുക്ക് ഭംഗിയായിട്ട് LED സുരക്ഷിതമായിട്ട് കത്തിക്കാൻ പറ്റും. പിന്നെ അവിടെ സർക്യൂട്ട് വരച്ച്
അമീറ്ററും വോൾട്ട് മീറ്ററും ഘടിപ്പിക്കുന്ന രീതി വളരെ വ്യക്തമാക്കി കൊടുക്കണം. ഏത് ഉപകരണത്തിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസമാണോ അളക്കേണ്ടത് ആ ഉപകരണത്തിന് സമാന്തരമായാണ് എന്നും അമീറ്റർ ശ്രേണിയിലാണെന്നും പറയുന്നതിനോടൊപ്പം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലും തമ്മിൽ കണക്ഷൻ വരണം. ബാറ്ററിയുടെ പോസിറ്റീവും വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവും തമ്മിൽ കണക്ഷൻ വരണം. അതുപോലെ തന്നെയാണ് അമീറ്റർ. ആ കാര്യങ്ങളെല്ലാം ഒന്ന് വ്യക്തമായി കൊടുക്കണം. ശബ്ദം കേൾക്കുന്നുണ്ട്. ആ അപ്പോ ഓം നിയമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു മൂല്യം അറിയാമെന്നുള്ള ഉപയോഗിക്കാം. കടയിൽ നിന്ന് പ്രതിരോധകം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ 4.7 ഓമിന്റെയോ 10 ഓമിന്റെയോ റെസിസ്റ്റർ വാങ്ങുക. 4.7 കഴിഞ്ഞാൽ പിന്നെ 5 ഓം കിട്ടില്ല, പിന്നെ 10 ഓമേ കിട്ടുള്ളൂ. പക്ഷെ അവിടെ എടുത്ത് പറയണ, നിങ്ങൾ വെറുതെ 4.7 എന്ന് പറഞ്ഞാൽ അവരൊരു കുഞ്ഞ് റെസിസ്റ്റർ എടുത്ത് തരും. അത് കുറച്ച് സമയം കൂടുതൽ ഉപയോഗിച്ചാൽ അത് കരിഞ്ഞ് കേടായിപ്പോകും. അതുകൊണ്ട് പറയണം 5 വാട്ടിന്റെയോ 10 വാട്ടിന്റെയോ റെസിസ്റ്റർ വേണം എന്ന് പറയണം. ഒരു 5 രൂപ 7 രൂപയാവും വില, അത്രേ ഉള്ളൂ, വലിയ വിലയൊന്നും ആവില്ല. 5 വാട്ട് അല്ലെങ്കിൽ 10 വാട്ട് റെസിസ്റ്റർ തരാൻ പറയുക. ആ റെസിസ്റ്ററും അമീറ്ററും ഒരു 2 സെല്ലുകൾ, അപ്പൊ 3 വോൾട്ടായി, ശ്രേണിയിലേക്ക് ഘടിപ്പിക്കുക. റെസിസ്റ്ററിന് പാരലായിട്ട് വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുക. വോൾട്ട് മീറ്ററിന് ആ വോൾട്ട് എത്ര വോൾട്ട് കിട്ടി എന്നുള്ളത് വാല്യൂവും അമീറ്റർ നോക്കി കറണ്ടും ആ VI എന്ന കോളങ്ങളിൽ രേഖപ്പെടുത്തുക. അടുത്ത 2 സെല്ലിനെ 3 ആക്കുക, 3 സെല്ലിനെ 4 ആക്കുക. ഓരോ പ്രാവശ്യവും കിട്ടുന്ന VI മൂല്യങ്ങളെ പട്ടികപ്പെടുത്തുക. V/I കണക്കാക്കുമ്പോൾ ഏകദേശം ഒരേ വാല്യൂ കിട്ടുള്ളൂ, എക്സാക്ട് ഈക്വൽ ആയിട്ട് കിട്ടില്ല. അത് കാരണം നമ്മൾ വോൾട്ടേജ് കൂട്ടുമ്പം കറണ്ടും കൂടുന്നുണ്ട്. കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്ററിലെ ഹീറ്റും കൂടും, H=I²RT പ്രകാരം. ആ ചൂട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നതുകൊണ്ട് കറണ്ട് കുറച്ച് കുറയും. അതുകൊണ്ട് കുട്ടികൾക്ക് പറയണം, പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ V/I എക്സാക്ട് വാല്യൂ കിട്ടിയെന്ന് വരില്ല, സാറിന് കിട്ടാറില്ല. അത് ചെയ്യുന്ന അധ്യാപകന്റെ കുട്ടിയുടെ തെറ്റല്ല എന്ന് എടുത്ത് പറയണം. പിന്നെ ആ പട്ടിക 7, 8 വാല്യൂകളിൽ തെറ്റുണ്ട്. അത് V/I ഒരേ വാല്യൂ വരത്തക്ക വണ്ണം നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ആ പട്ടിക ഒന്ന് തിരുത്തുക. വേണമെങ്കിൽ ആ പട്ടിക 7, 8, 9, 1, 9, 3, 1/3, 9, 18, 2, 9 എന്നിങ്ങനെ ആക്കാം. അപ്പൊ പിന്നെ 18 കൊടുത്താൽ പിന്നെ ഒരു പ്രശ്നമുള്ള ഗ്രാഫ് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്ത് ആ R ഒരേ വാല്യൂ വരത്തക്ക വണ്ണം ആ ടേബിൾ 7, 8 വാല്യൂ ഒന്ന് തിരുത്തിയിട്ട് വേണം ഗ്രാഫ് വരപ്പിക്കാനും പഠിപ്പിക്കാനും. അല്ലെങ്കിൽ ആ V/I ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ 7:23 എന്ന ചിത്രം, അതിന്റെ പ്രസക്തി വളരെ എടുത്തു പറയണം. അതായത് വോൾട്ടേജും കറണ്ടും നമുക്ക് 3 വോൾട്ട് വേണ്ട ഒരു ഉപകരണത്തിൽ ഒരു 5 വോൾട്ട് ഘടിപ്പിച്ചാൽ ആ 5 വോൾട്ടും ഉപകരണത്തിന് കിട്ടും, ഉപകരണം അപ്പോൾ കേടാവും. എന്നാൽ 2 ആംപിയർ കറണ്ട് വേണ്ട ഉപകരണത്തിന് വേണമെങ്കിൽ 10 ആംപിയർ കറണ്ട് തരുന്ന സ്രോതസ്സുമായിട്ട് ഘടിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല. കറണ്ട് 2 ആംപിയറേ വരും. ഉപകരണം അതിനാവശ്യമായ കറണ്ട് വലിച്ചെടുക്കും. എന്നാൽ വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ പ്രയോഗിക്കുന്ന അതേ ഒരു ഉപകരണത്തിൽ കിട്ടും. അതുകൊണ്ട് ഇങ്ങനൊരു സെന്റൻസ് നിങ്ങൾക്ക് പ്രയോഗിക്കാം. വോൾട്ടേജ് അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ്,
കറണ്ട് ചോദിച്ചു വാങ്ങിക്കുന്ന ഒന്നാണ്. ഉപകരണം ചോദിച്ചു വാങ്ങിക്കും. ഞാൻ 2 ആമ്പയർ കറണ്ടിന്റെ ഡിവൈസാണ്, എനിക്ക് 2 ആമ്പയർ കറണ്ട് മതി. നിങ്ങൾക്ക് 200 ആമ്പയർ കറണ്ടിന്റെ സ്രോതസ് ഘടിപ്പിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഉപകരണം 2 ആമ്പയർ കറണ്ട് വലിച്ചെടുക്കൂ. ബട്ട് 10 വോൾട്ട് വേണ്ട ഉപകരണത്തിന് 20 വോൾട്ട് കൊടുത്താൽ ആ 20 വോൾട്ടും ഉപകരണത്തിന് അതേപടി കിട്ടി ഉപകരണം കേടാവും. അതൊക്കെ വ്യക്തമാക്കാനാണ് ആ 7:23 എന്ന കാർട്ടൂൺ ചിത്രം. ഒരാൾ പിടിച്ചു തള്ളുകയാണ്, അയാൾ കൊടുക്കുന്ന തള്ളുന്ന ബലം അത്രയും നടുക്കൂടെ പോകുന്ന ആൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അതേപടി കിട്ടുന്നു. അത് മനസ്സിലാക്കിക്കാനാണ് ആ കാർട്ടൂൺ. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ പറയേണ്ടത്, ഏത് ചാലകത്തിൽ കൂടിയും കറണ്ട് പ്രവഹിക്കുമ്പോൾ ആ ഇലക്ട്രോണുകൾ ചലിക്കുന്ന സമയത്ത് ഇലക്ട്രോണുകളും ആറ്റങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കും. ഈ കൂട്ടിയിടികൾ കാരണം ഇലക്ട്രോണിന്റെ ചലനത്തിന് തടസ്സമുണ്ടാകും. അങ്ങനെ കറണ്ടിന്, അതായത് ഇലക്ട്രോണിന്റെ ചലനത്തിന് പ്രതിരോധം, അതാണ് V/I വഴി നമ്മൾ ഓംസ് ലോയിൽ കണ്ടെത്തിയത് എന്ന് പറയാം. പിന്നെ ചിത്രം 7:25 എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാം. ഒരു പലക എടുക്കുക, എന്നിട്ട് ചിത്രം 7:25 നോക്കിയിട്ട് ആ C മുതൽ D വരെ ഏകദേശം ഒരു 30 cm നീളമുള്ള ഒരു നിക്രോം വയർ വയ്ക്കുക. E മുതൽ F വരെ, C മുതൽ D വരെ നിക്രോം വയർ 40 ഡെക്സി പറയുന്നത്, 40 തന്നെ ഉപയോഗിച്ചോളൂ. 40 cm നീളമുള്ള നിക്രോം വയർ വയ്ക്കുക. EF 40 സെന്റിമീറ്റർ നീളം തൊള്ള നിക്രോം വയറാണ്, പക്ഷേ 2 മടക്കാക്കി ഉപയോഗിക്കണം നിക്രോം വയർ. അപ്പൊ വണ്ണം കൂടിക്കോളൂ. വണ്ണം കൂടിയ നിക്രോം വയർ വാങ്ങാനൊന്നും തപ്പി അടക്കണ്ട, കിട്ടൂല. പകരം 80 സെന്റിമീറ്റർ നിക്രോം വയർ എടുത്ത് അതിനെ മടക്കി 40 സെന്റിമീറ്റർ ഉപയോഗിക്കുമ്പോൾ വണ്ണം ഇരട്ടിയായിക്കോളും. GH എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ നീളം തന്നെയുള്ള CD എന്ന ഭാഗത്തുള്ള ഏകദേശം അതേ വണ്ണമുള്ള കോപ്പർ വയറാണ്. CEF എന്നിവയെല്ലാം ഒരു ബൾബ്, അമീറ്റർ, ബാറ്ററി എന്നിവയുടെ അറ്റത്ത് കണക്ട് ചെയ്ത് ഒരു ജോക്കിയായിട്ട് വെറുതെ വിട്ടിരിക്കുന്നു. ആ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് D എന്ന ഭാഗത്ത് തൊടുമ്പോ നിങ്ങൾക്ക് ആദ്യം H തൊടാം. അപ്പൊ കോപ്പർ വയറാണ്, ബൾബ് നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തും. Dയിൽ കൊണ്ട് സ്പർശിക്കാം, അപ്പൊ ബൾബിന്റെ വെട്ടം സ്വാഭാവികമായിട്ട് കുറയും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ കുട്ടികൾ, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ബൾബിന്റെ വെട്ടത്തിന് എന്ത് സംഭവിച്ചു? അപ്പൊ അവര് പറയും, അവര് കണ്ടുകൊണ്ട് പറയും കുറഞ്ഞു. അപ്പൊ കറണ്ട് എങ്ങനെയെങ്കിൽ കൂടിയോ കുറഞ്ഞോ? അപ്പൊ കറണ്ട് കുറഞ്ഞു. അപ്പൊ CD എന്ന വയറിന് GHനെ അപേക്ഷിച്ച് പ്രതിരോധം കൂടുതലാണോ കുറവാണോ? ഇപ്പൊ കൂടുതലാണെന്ന് അവരെന്നെ പറഞ്ഞു തരും. ഇനി ആ ജോക്കിയെ D എന്ന് പതുക്കെ C-ലോട്ട് നിരക്കി നീക്കിക്കോൺ, പതുക്കെ നിരക്കി നീക്കുക. ബൾബിന്റെ വെട്ടം കൂടിക്കൂടി വരുന്നത് കാണാം. അപ്പൊ ചോദിക്കാൻ, കറണ്ട് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ എന്തായിരിക്കും കാരണം? പ്രതിരോധം കുറഞ്ഞതാണ് കറണ്ട് കൂടാൻ കാരണം. കാരണം ആ നിക്രോം വയറിന്റെ നീളം നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുന്നു. ഇനി തിരിച്ച് C-ന്ന് D-ലോട്ട് ചലിപ്പിച്ച് കാണിക്കുക. അപ്പൊ ബൾബിന്റെ വെട്ടം കുറയുന്നതായിട്ടും കാണാം. ഇനി ആ D-യിൽ വെച്ച് ഒന്നുകൂടെ സ്പർശിച്ചിട്ട് അപ്പോഴുള്ള ബൾബിന്റെ ബ്രൈറ്റ്നെസ് ഒന്ന് വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ പറഞ്ഞതിന് ശേഷം D-യിൽ ഒന്നുകൂടെ തൊട്ടതിന് ശേഷമേ F-ൽ തൊടാവൂ. അപ്പോൾ ബൾബിന്റെ വെട്ടം കൂടുന്നത് കാണാം. അത് കറണ്ട് കൂടിയതുകൊണ്ടായിരിക്കണമല്ലോ. അപ്പൊ പ്രതിരോധം കുറഞ്ഞു കാണണം. അത് ചാലകത്തിന്റെ വണ്ണം കൂടിയതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് 3 ഘടകങ്ങൾ അവിടെ പരിചയപ്പെടുത്താൻ കിട്ടി. അതായത് ചാലകത്തിന്റെ സ്വഭാവം, ചാലകത്തിന്റെ നീളം, ചാലകത്തിന്റെ ഛേദതല പരപ്പളവ് അഥവാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി 4-മത്തത് ചാലകത്തിന്റെ താപനിലയാണ്.
നിങ്ങൾക്ക് ആ ബൾബ് പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൾട്ടിമീറ്റർ ഒക്കെ റെഡിയാക്കി വെച്ചേക്കുക. ആ സർക്യൂട്ട് ഓഫാക്കിയ ഉടനെ തന്നെ മൾട്ടിമീറ്റർ വെച്ച് ബൾബിന്റെ പ്രതിരോധം അളക്കുക. ആ പ്രതിരോധം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കാരണം നമ്മൾ കറണ്ട് നിർത്തിയപ്പോ ബൾബ് ഓഫായി. അപ്പൊ അതിൽ ഹീറ്റ് താപം കുറഞ്ഞു വരികയാണ്. അതിനനുസരിച്ച് മൾട്ടിമീറ്ററിലും പ്രതിരോധം പെട്ടെന്ന് കുറയുന്ന കാണാം. അപ്പൊ താപനില കുറയുമ്പം പ്രതിരോധം കുറയുന്ന നന്നായിട്ട് മനസ്സിലാക്കിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ചാലകത്തിന്റെ സർക്യൂട്ടിൽ ഉൾപ്പെട്ട ചാലകത്തിന്റെ നീളം കൂട്ടിയാൽ പ്രതിരോധം കൂടും, കറണ്ട് കുറയും എന്ന ആ തത്വത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റിയോസ്റ്റാറ്റിലോട്ട് കടക്കാം. എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകളിലും റിയോസ്റ്റാറ്റ് ഉണ്ട്. അപ്പൊ റിയോസ്റ്റാറ്റ് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി ആ സ്ലൈഡിങ് കോണ്ടാക്റ്റിനെ മുന്നോട്ടും പിറകോട്ടും നീക്കി ബൾബിൽ വരുന്ന വെട്ട വ്യത്യാസമൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. റിയോസ്റ്റാറ്റ് ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ റിയോസ്റ്റാറ്റിലെ സിലിണ്ടറിക്കൽ ഭാഗത്തിന് 2 അഗ്രങ്ങളുണ്ട്, എയും ബിയും. നമ്മൾ ബാറ്ററിയിൽ നിന്ന് എയിൽ കണക്ട് ചെയ്തെങ്കിൽ പിന്നെ ബാറ്ററിയിൽ നിന്ന് സ്വിച്ച് വഴി ബൾബ് വഴി പോകുന്ന വയർ ബി കൊണ്ട് കണക്ട് ചെയ്യാൻ പാടില്ല. ആ സ്ലൈഡിങ് കോണ്ടാക്റ്റിന്റെ ഭാഗത്ത് വരുന്ന സിയിലെ കണക്ട് ചെയ്യൂ. അപ്പോഴാണ് ബാറ്ററി വഴി എ വഴി റിയോസ്റ്റാറ്റിലെ വയർ വഴി എസ് വഴി സി വഴി കറണ്ട് പോകുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ചർച്ചയാവാം. അടുത്ത ഞാൻ ബഹുമാനപ്പെട്ട പ്രദീപ് സാറിനോട് കൈമാറുന്നു.
ബഹുമാനപ്പെട്ട DO ഇബ്രാഹിം സർ, അതുപോലെ സുനിൽ സർ, സനൽ സർ, പ്രിയപ്പെട്ട സുരേഷ് സാർ, ഉണ്ണീഷൻ സാർ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും പ്രിയപ്പെട്ട ഉണ്ണീഷൻ മാഷ്, ഷാജി മാഷ്, മറ്റ് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ. അപ്പം ഷാജി സാറും സുരേഷ് സാറും വളരെ വിശദമായി ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു അല്പഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. അത് പ്രതിരോധകങ്ങളുടെ ക്രമീകരണമാണ്. സർക്യൂട്ടുകളിൽ എങ്ങനെയാണ് പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇത് രണ്ട് രീതിയിലാണെന്ന് നമുക്കറിയാം. ഒന്ന് ശ്രേണി രീതിയാണ്, ഒന്ന് സമാന്തര രീതിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് 3 വോൾട്ടിന്റെ ബൾബുകളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. 3 വോൾട്ടിന്റെ 3 വാട്ടിന്റെ ബൾബുകളാണ്. ഈ 3 വോൾട്ടിന്റെ ബൾബുകൾ ഇപ്പോൾ അധികം അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഇതിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ബൾബുകൾ ഉപയോഗിക്കാം. 6 വോൾട്ടിൻ്റെത് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ 6 വോൾട്ടിന്റെ ബൾബുകൾ ഉപയോഗിച്ചാൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. 3 വോൾട്ടിന്റെ ബൾബുകൾ എൻ്റെ കയ്യിൽ മുമ്പ് ഞാൻ വാങ്ങി വെച്ച സാധനം ഉണ്ടായിരുന്നു. അത് 3 വോൾട്ടിന്റെ ഇത് ചെറിയ ബൾബുകളാണ്, ഇതുപോലെയുള്ള ബൾബുകൾ. ഇതാണ് പ്രധാനമായിട്ട് ഇതിൽ ആവശ്യമായത്. പിന്നെ സെല്ലുകൾ, സെല്ലിന്റെ കേസുകളൊക്കെ ഇതിൽ വേണം. റിയോസ്റ്റാറ്റിനെ കുറിച്ച് സാർ പറഞ്ഞു. അപ്പൊ ഈ ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൾബിന്റെ 2 ടെർമിനലുകളെ അതിൽ അടുത്തതുമായിട്ട് നേരിട്ടതാ, ഇതുപോലെ നേരിട്ട് ഒന്നിനെ തുടർച്ചയായി മറ്റൊന്ന് ബന്ധിപ്പിക്കുന്നതാണ് ശ്രേണി രീതി. അതിനെ തുടർച്ചയായിട്ട് അതിന്റെ സ്വിച്ചും, ഈ സ്വിച്ചൊക്കെ അവൈലബിൾ ആണ്, ചെറിയ പൈസയേ ഉള്ളൂ. ഈ സ്വിച്ചൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇതിനിവിടെ നമ്മുടെ സെല്ല് കേസ് ഉണ്ട് ഇവിടെ. ഇവിടെ കാണിക്കാൻ അധികം സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഈ സെല്ല് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്രേണി രീതിയായി. അപ്പൊ ഇത് ബൾബ് ഉപയോഗിച്ചും കാണിക്കാം, അല്ലെ നമുക്ക് പ്രതിരോധകങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രതിരോധകങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇതിപ്പോ ഞാൻ 3 എണ്ണം വെച്ചിട്ടുണ്ട്. 1, 2, 3 എണ്ണം. 3 എണ്ണത്തിന് ഇത് സീരീസ് ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ സീരീസ് ആയിട്ടുള്ള കണക്ഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് തന്നെ ബൾബ് ഉപയോഗിച്ചിട്ടും റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതുപോലെ ഇതാണ് സമാന്തര രീതിയാണ്. ഒരു റെസിസ്റ്റർ കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടെ താഴെ ഒന്നുകൂടെ ഇങ്ങനെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ 3 എണ്ണമായി. അപ്പൊ ഇതുപോലെ എത്ര പ്രതിരോധം വേണമെങ്കിലും നമുക്ക് ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും ഘടിപ്പിച്ച് കാണിച്ചു കൊടുക്കാം. ആ 2 രീതിയിലാണ് ഉള്ളത്. ഇതിലിപ്പോ സ്വിച്ചുകൾ ഓൺ ആക്കുമ്പോഴുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സീരീസിലാകുമ്പോൾ S1 ഓഫ് ആയാൽ S2 മാത്രം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. 2 സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ 2 ബൾബുകൾ പ്രകാശിക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ. പക്ഷേ സമാന്തര രീതിയിലാവുമ്പോൾ ഓരോന്നും നമുക്ക് പ്രത്യേകം സ്വിച്ചുകൾ വഴി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓരോ ഉപകരണത്തിനും ഇവിടെ ബൾബുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രതിരോധങ്ങളുടെ ക്രമീകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാ ഉപകരണങ്ങളും പ്രതിരോധങ്ങളായിട്ട് എടുക്കാം. എല്ലാ ഉപകരണവും പ്രതിരോധമാണ്. അത് നമ്മളെ ഈ റെസിസ്റ്റർ ഇത് മാത്രമല്ല പ്രതിരോധം. നമ്മൾ ഘടിപ്പിക്കുന്ന എല്ലാ വൈദ്യുത ഉപകരണങ്ങളും പ്രതിരോധങ്ങളാണ്. അപ്പൊ വീടുകളിൽ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് ഈ സമാന്തര രീതിയിലാണ്. അതിന് കാരണം ഇതൊക്കെയാണ്. അതായത് ഒന്ന്, വെവ്വേറെ സ്വിച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. അത് ശ്രേണി രീതിയിലായാൽ അത് സാധിക്കില്ല, സമാന്തര രീതിയിലേ പറ്റൂ. അതുപോലെ ഒരു ഉപകരണത്തിന് കേട് സംഭവിച്ചാൽ അത് മറ്റു ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയില്ല സമാന്തര രീതിയിൽ. അതുകൊണ്ടാണ് വീടുകളിൽ ആ രീതിയിൽ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഒരേ വോൾട്ടേജ് കിട്ടും. കൃത്യമായ വോൾട്ടേജ് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സമാന്തര രീതി ഉപയോഗിക്കുന്നത്. ഇനി ശ്രേണി രീതിയിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ സഫല പ്രതിരോധം കണക്കാക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് മുമ്പിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. പോട്ടെ. ഇപ്പൊ ഞാൻ പറയാം.
ശ്രേണി രീതിയിലും സമാന്തര രീതി, ശ്രേണി രീതിയിലാകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, എത്ര പ്രതിരോധകങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരേ കറണ്ടാണ് കിട്ടുക, കറണ്ട് സെയിം ആയിരിക്കും. അത് ഓർത്തു വെക്കണം. ശ്രേണി രീതിയിൽ എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ കറണ്ട് ആയിരിക്കും കിട്ടുക. അതായത് ആ സർക്യൂട്ടിൽ, ഒരു സർക്യൂട്ടിൽ നമ്മൾ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ കിട്ടുന്ന കറണ്ട് സെയിം ആയിരിക്കും. പക്ഷേ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. ഓരോന്നിന്റെയും വോൾട്ടേജ് വ്യത്യാസമായിരിക്കും. അപ്പൊ ആകെ വോൾട്ടേജ് വിയും, ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ ഘടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ R1 R2 ആണ് ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആകെ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന, ആ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ്, എത്ര സെല്ലാണോ ഘടിപ്പിച്ചിരിക്കുന്നത് അതായിരിക്കും ആകെ വോൾട്ടേജ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആ ആകെ വോൾട്ടേജ് രണ്ട് ഉപകരണം ഉള്ളതെങ്കിൽ രണ്ട് ഉപകരണത്തിലേക്ക് അത് ഡിവൈഡ് ചെയ്തിട്ട് പോകും, ആവശ്യത്തിന് ഡിവൈഡ് ചെയ്ത് പോകും. അതാണ് V = V1 + V2. ഒന്നുകൂടി ഓർമ്മിക്കുക, കറണ്ട് സെയിം ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ V ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒന്നാമത്തേതിന്റെ വോൾട്ടേജും പ്ലസ് രണ്ടാമത്തേതിന്റെ വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്കറിയാം V = IR ആണ്. അപ്പൊ ഒന്നാമത്തേതിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IR1, രണ്ടാമത്തെ വോൾട്ടേജിൻ്റെത് IR2. ടോട്ടൽ വോൾട്ടേജ് IR. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് IR = IR1 + IR2. IR = IR1 + IR2. അപ്പൊ ഇതില് I കോമൺ ആണ്. I എല്ലാവർക്കും സെയിം ആയതുകൊണ്ട് നമുക്ക് I ഒഴിവാക്കാം. അങ്ങനെ I ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്നത് R = R1 + R2 എന്നാണ്. R1 + R2. അതായത് സഫല പ്രതിരോധം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതിരോധം ആഡ് ചെയ്ത് വരണം എന്നുള്ളതാണ്. R1 + R2 + R3 + എത്രയാണോ ഉള്ളത് അത്രയും ആഡ് ചെയ്ത് പോകും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുപോലെ അവിടെ നമ്മൾ ഒരേ പ്രതിരോധമുള്ള, 6 ഓം പ്രതിരോധമുള്ള N പ്രതിരോധം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി, സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് NR എന്ന് പറയുന്ന ഒരു ചെറിയ ഇക്വേഷൻ ഉപയോഗിക്കുക. അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര എണ്ണാണോ ഉള്ളത് ആ എണ്ണത്തിന് പ്രതിരോധം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നതാണ്. ഇനി സമാന്തര രീതിയിലാവുമ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വിഷയം, ഇവിടെ കറണ്ട് സെയിം അല്ല, കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. കറണ്ട് ഓരോ ഉപകരണത്തിന് ആവശ്യമായ രീതിയിലുള്ള കറണ്ടാണ് പോവുക. അപ്പൊ എല്ലാറ്റിനും ഒരേ കറണ്ട് ആയിരിക്കില്ല. അപ്പൊ കറണ്ടിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും ഒരേ വോൾട്ടേജ് ആണ് കിട്ടുക. ഒരേ വോൾട്ടേജ് ആണ്, വോൾട്ടേജ് സെയിം ആയിരിക്കും, എല്ലാവരും ഒരേ വോൾട്ടേജ് ആയിരിക്കും, പക്ഷെ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകും. അതുകൊണ്ട് ഇവിടെ സർക്യൂട്ടിലെ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ, സർക്യൂട്ടിലെ കറണ്ട് I ആണെങ്കിൽ, ഇപ്പൊ രണ്ട് പ്രതിരോധം ഉള്ളെങ്കിൽ ഒന്നിന് I1 എന്ന് പറയാം, മറ്റേത് I2 ആണെങ്കിൽ I = I1 + I2. അപ്പൊ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ I1 + I2 + I3. അങ്ങനെ ടോട്ടൽ കറണ്ട് അങ്ങനെയാണ് കിട്ടുക. ഓരോന്നിന്റെയും കറണ്ട് വ്യത്യസ്തമായിരിക്കും. ഓർമ്മിക്കുക, പാരലലില് ഓരോന്നിന്റെയും കറണ്ട് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ടോട്ടൽ കറണ്ട് അതിന്റെ ടോട്ടൽ I1 + I2 + I3 ആയിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ I = V/R ആണെന്ന് അറിയാം. I = V/R, ഓംസ് ലോ പ്രകാരം. അതുകൊണ്ട് I = I1 + I2 + I3 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. I എന്നുള്ളത് V/R, I1 എന്ന് പറയുന്നത് V/R1, I2 എന്ന് പറയുന്നത് V/R2, I3 എന്ന് പറയുന്നത് V/R3. അങ്ങനെ. അപ്പൊ ഇതിലെല്ലാം V കോമൺ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. V എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് V നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി വരുന്നത് 1/R = 1/R1 + 1/R3 അങ്ങനെയാണ്. അത് രണ്ടെണ്ണം മാത്രം ഉള്ളതാണ്. നമ്മൾ ഇക്വേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് R = R1 R2 / R1 + R2 എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ N ഒരേപോലുള്ള N പ്രതിരോധം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അത് R/N ആയിരിക്കും അതിന്റെ സഫല പ്രതിരോധം. അപ്പൊ ഇവിടെ നമ്മൾ ഊന്നി പറയേണ്ട ഒരു കാര്യമുള്ളത്, ശ്രേണി രീതിയിലാവുമ്പോൾ സഫല പ്രതിരോധം കൂടിക്കൂടി വരികയും സമാന്തര രീതിയിലാവുമ്പോൾ പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഉള്ള സഫല പ്രതിരോധം കുറയായി. അപ്പൊ അതിനകത്തുള്ള ഏറ്റവും ചെറിയ അളവ് ഏതാണോ അതിനേക്കാളും കുറവായിരിക്കും. അതാണ് സമാന്തര രീതിയുടെ വേറൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ശ്രേണി രീതിയുടെയും സമാന്തര രീതിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ആദ്യ ഈ പാഠഭാഗത്തിന്റെ
ആദ്യത്തെ ചിത്രത്തിലേക്ക് നമ്മൾ എന്തിനു വേണ്ടിയാണ് അവിടെ റെസിസ്റ്റർ, അത് ഷാജി സാറ് വിശദമായിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്തിനു വേണ്ടിയാണ് അവിടെ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിത്രം 7.3.3 എയും 7.3.3 ബിയിലും അതാണ് പറയുന്നത്. 7.3.3 എയില് ബൾബിന്റെ കൂടെ ഒരു 12 ഓം പ്രതിരോധം വെച്ചിട്ടുണ്ട്. അങ്ങനെ 12 ഓം പ്രതിരോധം വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രതിരോധം അവിടെ വർദ്ധിച്ചു. അപ്പോൾ ടോട്ടൽ പ്രതിരോധം വർദ്ധിക്കുന്ന സമയത്ത് വോൾട്ടേജ് രണ്ടിനും ഡിവൈഡ് ചെയ്തിട്ട് പോകും. അപ്പോൾ വോൾട്ടേജ്, ബൾബിന് ആവശ്യമായ വോൾട്ടേജ് മാത്രമേ ലഭിക്കുള്ളൂ. അതേസമയം രണ്ടാമത്തെ ചിത്രത്തില് 6 ഓമിന് 9 വോൾട്ട് ഡയറക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ 9 വോൾട്ട് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ 6 ഓമിന് 9 വോൾട്ട് പറ്റില്ല. അപ്പോൾ ആ ബൾബ്, ഇത് 3 വോൾട്ടിന്റെ ബൾബാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ 3 വോൾട്ടിന്റെ ബൾബാണ്. അപ്പൊ 3 വോൾട്ടിന്റെ ബൾബിന് 9 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കേടായി പോകും. അതിനു വേണ്ടിയാണ് നമ്മളത് 9 വോൾട്ട് ബൾബ് മാത്രം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 3 വോൾട്ട് ബൾബിന് 9 വോൾട്ട് സെല്ലാണ് ബാറ്ററിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 വോൾട്ട് ബൾബിന് കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടെ ഒരു റെസിസ്റ്ററിന്റെ കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ആമുഖ ചിത്രത്തിൽ റെസിസ്റ്റർ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഈ ചിത്രത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഈ പാഠഭാഗത്തിന് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതില് വലിയ പ്രശ്നമുള്ളതായിട്ട് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും ഇനി ഇവിടെ വരെയാണ് പാഠഭാഗം ഉള്ളത്. പിന്നീട് ലെറ്റസ് അസസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കാണുന്നത്. താഴെ കൊടുത്തവയിൽ രാസോർജത്തെ വൈദ്യുതാർജമാക്കുന്നത് ഏത്? രാസോർജത്തിനെ വൈദ്യുതോർജാക്കുന്നത് ഡ്രൈ സെല്ലാണ് ഇതിനകത്തുള്ളത്. ഡൈനാമോ എന്ന് പറയുന്നത് യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കുന്നതാണ്. സോളാർ സെല്ല് സൗരോർജത്തെ വൈദ്യുതോർജം ആക്കുന്നതാണ്. ഒരു അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ ടെർമിനലുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. നേരത്തെ സാറ് പറഞ്ഞതാണ്, പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒഴുക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് അഗ്രങ്ങൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. താഴെ കൊടുത്തവയിൽ അമ്മീറ്ററും വോൾട്ട്മീറ്ററും ശരിയായ രീതിയിൽ ഘടിപ്പിച്ച ചിത്രം ഏതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വോൾട്ട്മീറ്റർ എപ്പോഴും സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കേണ്ടത്. അമ്മീറ്റർ അതിലെ ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ 2 ചിത്രങ്ങൾ ആ രീതിയിലുണ്ട്. സിയും ഡിയും ആ രീതിയിൽ ഘടിപ്പിച്ച ചിത്രമാണ്. വോൾട്ട്മീറ്റർ സമാന്തര ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് സിയില് അമ്മീറ്ററിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിയില് അമ്മീറ്ററിന്റെ നെഗറ്റീവ് ആണ് പോസിറ്റീവായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ അമ്മീറ്റർ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവിനോട് കൊടുക്കണം, നെഗറ്റീവ് ടെർമിനലായിട്ട് ബന്ധത്തിൽ വരുന്ന വിധത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. വോൾട്ട്മീറ്ററും അതുപോലെ തന്നെ വോൾട്ട്മീറ്ററിന്റെ സെല്ലിന്റെ പോസിറ്റീവായി ബന്ധത്തിൽ വരണം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സി എന്നുള്ള ചിത്രമാണ് ഇതിന്റെ ശരിയായ ആൻസർ. അതുപോലെ 4ാമത്തെ ചോദ്യം, എ കോളത്തിലുള്ളവയ്ക്ക് ചേരുന്നവ ബി സി എന്നീ കോളങ്ങളിൽ നിന്ന് എടുത്തെഴുതുക എന്നുള്ളതാണ്. എ കോളത്തിന് ചേരുന്ന എയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ W/Q ആണ്. ചാർജിനെ എത്തിക്കാൻ ആവശ്യമായ വർക്ക്, ഒരു യൂണിറ്റ് ചാർജിനെ എത്തിക്കാൻ ആവശ്യമായ വർക്കാണല്ലോ പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പൊ അത് W/Q ആണ്. അതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. കറണ്ടിൻ്റെത് Q/T ആണ്. കറണ്ടിന്റെ ആംപിയർ ആണ് അതിന്റെ യൂണിറ്റ്. അതുപോലെ പ്രതിരോധം V/I തന്നെയാണ്. അതിന്റെ യൂണിറ്റ് ഓം ആണ്. അതുപോലെ ഒരു വൈദ്യുത സർക്യൂട്ടിലെ M എന്ന ബിന്ദുവിൽ നിന്ന് 5 കൂളം വൈദ്യുത ചാർജ് N എന്ന ബിന്ദുവിൽ എത്തിക്കാൻ 50 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ M, N എന്നീ ബിന്ദുക്കൾക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര? നമ്മളിപ്പോ പറഞ്ഞത് പ്രവൃത്തി ബൈ ചാർജ് ആണ്. അപ്പൊ 50 ജൂൾ ആണ്. 50 J ഡിവൈഡഡ് ബൈ 5C, 5 കൂളമാണ്. അപ്പോ 10 വോൾട്ട് ആയിരിക്കും അതിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസമായിട്ട് കിട്ടുക. അപ്പോ ബാക്കി ലെറ്റസ് അസസ് ആരാ? സുരേഷ് സാറേ ആരാ എന്നോട് ഇത്രവേ പറഞ്ഞത്? മാഷെ സുരേഷ് സാറേ. ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
എന്നോട് ഏൽപ്പിച്ച ഇത് ഞാൻ ഇത്രയും കാര്യങ്ങള് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ല എങ്കിലും വിധം. ഓക്കെ, ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാർ ഇപ്പോ 5ാമത്തെ ചോദ്യം വരെ പറഞ്ഞു. അതെ, 6ാമത്തെ ചോദ്യം ഏതാണ് ശ്രേണി എന്നുള്ളതാണ് ചോദ്യം. ഇത് കുട്ടികൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടൊരു ധാരണ കൊടുക്കണം. മുകളിലും താഴെയായിട്ട് സമാന്തരമായിട്ട് വരച്ചതുകൊണ്ട് പാരലായി കാണിക്കരുത്. അതിനവർക്ക് എളുപ്പമുള്ള വഴി ഉപകരണത്തിന്റെ ഒരഗ്രത്തിൽ നിന്ന് ചാലകത്തിലൂടെ അവർ വിരൽ ഓടിച്ച് ബാറ്ററിയുടെ ഒരഗ്രം വരെ എത്തട്ടെ. അതുപോലെ ഉപകരണത്തിന്റെ മറ്റേ അഗ്രത്തിൽ നിന്ന് ചാലകത്തിലൂടെ വിരലോടിച്ച് ബാറ്ററിയുടെ മറ്റേ അഗ്രം വരെ എത്തട്ടെ. ഈ 2 ഘട്ടത്തിലും ഇടയ്ക്ക് വേറെ ഒരു ഉപകരണവും വരുന്നില്ല എങ്കിലാണ് അത് സമാന്തരമായിട്ട് പരിഗണിക്കേണ്ടത്. എന്നാൽ ഇടയ്ക്ക് വല്ല ഉപകരണവും വന്നാൽ അത് ശ്രേണിയാവും. ഉദാഹരണത്തിന് എ നോക്കൂ, മോളിൽ കാണുന്ന ബൾബിന്റെ ഇടത്തെ അറ്റത്ത് നിന്ന് വിരലോടിച്ച് ബാറ്ററിയുടെ നെഗറ്റീവിൽ എത്തിച്ചു. ഇടയ്ക്ക് വേറെ ഉപകരണമൊന്നും വന്നില്ല. വലത്തുനിന്ന് ചാലകം വഴി സ്വിച്ച്, അതിനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വിച്ച് വഴി ബാറ്ററിയുടെ പോസിറ്റീവിലെത്തി. ഇടയ്ക്ക് വേറെ ഉപകരണമൊന്നും വന്നില്ല. അപ്പൊ അത് സമാന്തരമാണ്. ചിത്രം ബിയിൽ ബൾബിന്റെ താഴെ അറ്റത്ത് നിന്ന് വിരലോടിച്ച് നെഗറ്റീവ് വരെ എത്തിയപ്പോൾ ഇടയ്ക്ക് വേറെ ഉപകരണമൊന്നും വന്നില്ല. പക്ഷെ അതുകൊണ്ട് സമാന്തരമാക്കി തൃപ്തിപ്പെടരുത്. കാരണം മുകളറ്റത്ത് നിന്ന് ബാറ്ററിയിലോട്ട് പോകാൻ വിരലോടിക്കുമ്പോൾ ഇടയ്ക്ക് മറ്റൊരു ബൾബ് വരുന്നു. അപ്പൊ ബി ശ്രേണിയാണ്. ഇതുപോലെ തന്നെ സിയിലും മുകളിലെ ബൾബിന്റെ ഇടത്തെ അറ്റത്ത് നിന്ന് വിരലോടിച്ചാൽ ബാറ്ററിയുടെ നെഗറ്റീവ് എത്തുന്നവരെ ഇടയ്ക്ക് തടസ്സമൊന്നും വരുന്നില്ല, വേറെ ഉപകരണമൊന്നുമില്ല. പക്ഷേ വലത്തിന് വിരലോടിക്കുമ്പോൾ ബാറ്ററിയിൽ എത്തുന്നതിന് മുമ്പ് മറ്റൊരു ബൾബ് വന്നു. അപ്പൊ അത് ശ്രേണിയാണ്. ചിത്രം ഡിയിൽ നമുക്ക് 1ാമത്തെ ബൾബിന്റെ ഇടത്തെ അറ്റത്ത് നിന്ന് വിരലോടിച്ച് ബാറ്ററിയുടെ നെഗറ്റീവ് വരെ എത്താം, ഇടയ്ക്ക് ഉപകരണമില്ലാതെ. വലത്തെ അറ്റത്ത് നിന്ന് വിരലോടിച്ച് ബാറ്ററിയുടെ പോസിറ്റീവ് വരെ എത്താം, ഇടയ്ക്ക് ബൾബില്ലാതെ. അപ്പൊ അത് സമാന്തരമാണ്. അപ്പൊ ഈ രീതിയിൽ തിരിച്ചറിയാൻ കൂടെ കുട്ടികളെ ഒന്ന് പഠിപ്പിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ബിയും സിയും ഒക്കെ അവർ പെട്ടെന്ന് അങ്ങ് കാണുമ്പോൾ സമാന്തരം അങ്ങ് തീരുമാനിച്ചായി. ഇനി ചിത്രം 7 ശ്രേണിയാണ്. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്താൽ സഫല പ്രതിരോധം 1 ohm + 2 ohm 3 ohm ആയിരിക്കും. അപ്പൊ കറണ്ടായി V/R 6/3 2 ആംപിയർ ആയിരിക്കും. അപ്പൊ 2 ohmന് കിട്ടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം V = IR. കറണ്ട് 2 ആയതുകൊണ്ട് 2 × 2 4 വോൾട്ട്. മിച്ചം 2 വോൾട്ട് 1 ohmന് കിട്ടുകയും ചെയ്യും. ഇനി സർക്യൂട്ടിലെ കറണ്ട് 2 ആംപിയർ എന്ന് കണക്കാക്കിയത് കൊണ്ടും ഇത് ശ്രേണി ആയതുകൊണ്ട് 1 ohmലും 2 ohmലും എല്ലാം കറണ്ട് 2 ആംപിയർ തന്നെ. നമ്മുടെ വീടുകളിലെ ഫാനും റെഗുലേറ്ററുകളും അതെപ്പോഴും ശ്രേണിയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ചോദ്യം 9 ഏത് വോട്ട് മീറ്ററാണ് 10 വോട്ട് കാണിക്കുന്നത്? എല്ലാ സർക്യൂട്ടിലും വോട്ട് മീറ്റർ കാണിച്ചിട്ടുണ്ട്. 1ാമത്തെ ബാറ്ററി 10 വോട്ടാണ്. 2 റെസിസ്റ്ററുകളും 10 ohm വീതമാണ്. അപ്പൊ അവ തുല്യമായിട്ട് വോൾട്ടേജ് ഷെയർ ചെയ്യുമ്പോൾ 5 വോൾട്ട് വീതം ആയിരിക്കും കിട്ടുക. അപ്പൊ എ സർക്യൂട്ടിലെ വോട്ട് മീറ്റർ റീഡിങ് 5 വോൾട്ടാണ്. എന്നാൽ ബിയില് 10 വോൾട്ട് ബാറ്ററി തന്നെ 10 ohmകൾ 2 ശ്രേണിയിലുണ്ടെങ്കിലും ആ 2 റെസിസ്റ്ററും പാരലായിട്ടാണ് വോട്ട് മീറ്റർ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് 10 വോൾട്ട് കാണിക്കും. സിയിലെത്തുമ്പോ ബിയിലെ പോലെ തന്നെ 2 റെസിസ്റ്ററും പാരലായിട്ടാണ് വോട്ട് മീറ്റർ എങ്കിലും ബാറ്ററി 20 വോട്ട് ആയതുകൊണ്ട് അവിടെ വോട്ട് മീറ്റർ 20 കാണിക്കും. ഇനി ഡിയിലെത്തുമ്പോ 2 ഐഡന്റിക്കൽ റെസിസ്റ്ററാണ് 10 ohmകൾ. അപ്പൊ വോൾട്ടേജ് ഈക്വലായിട്ട് പങ്കുവയ്ക്കും. 20 വോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2നും 10 വോട്ട് വീതം കിട്ടും. അപ്പൊ ബിയിലും ഡിയിലും വോട്ട് മീറ്റർ റീഡിങ് 10 വോട്ട് ആയിരിക്കും. ഇനി 10ാമത്തത് 50 സെന്റിമീറ്റർ നീളം, പ്രതിരോധം 5 ohm. നീളം ഇരട്ടിയാക്കുമ്പോ വണ്ണം പകുതിയാവും. അത് കണക്കിൽ സിലിണ്ടറിന്റെ ഫോർമുലയൊക്കെ അവർ പഠിക്കുന്നുണ്ട്.
അപ്പൊ നീളം ഇരട്ടിയാക്കിയത് കാരണം പ്രതിരോധം 5 × 2 10 വേണ്ടതാണ്. അതോടൊപ്പം വണ്ണം പകുതിയാവുന്നത് കൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഇരട്ടിക്കും. അപ്പൊ 10 × 2 20 ഓം എന്ന് എഴുതിക്കാം. അപ്പൊ പുതിയ വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയാവുന്നു, പ്രതിരോധം 20 ഓം ആവുന്നു. ഓംസ് ലോയുടെ ഗ്രാഫ് ഈ കൂടുമ്പോ ഐ കൂടി വരണം, പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടണം. ചിത്രം എയില് നോക്കിയാൽ ഐ കൂടുന്നുണ്ട്, പക്ഷെ വി കൂടുന്നില്ല, അപ്പൊ തെറ്റാണ്. ബിയില് ഗ്രാഫ് നോക്കിയാൽ ഐ കൂടുന്നില്ല, വി കൂടുന്നു, അപ്പൊ അതും തെറ്റാണ്. സിയില് വി കൂടുന്നതിന് ആനുപാതികമായിട്ട് ഐ കൂടുന്നതായിട്ട് കാണാം, അപ്പൊ അത് ശരിയാണ്. ഡിയില് അവിടെ വി കുറയുമ്പോ ഐ കൂടുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതും തെറ്റാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഏത് ഭാഗത്തെങ്കിലും എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതിൽ എന്തെങ്കിലും വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞ സമയം 9:30 ആണെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് നന്നായിരിക്കും തോന്നുന്നു. അഥവാ ഇവരെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സംശയം പഠിപ്പിച്ചു പോയപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള അവ്യക്തത എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാറ് സൂചിപ്പിച്ച ഒരു പട്ടിക തിരുത്തുന്നതിനെ കുറിച്ച് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഓംസ് ലോയുമായി ബന്ധപ്പെട്ട് 7.8 അതിലൊരു കറക്ഷൻ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. പഠിപ്പിക്കുമ്പോൾ നമുക്കത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൽ തെറ്റിപ്പോവും എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ കുറേയേറെ സംശയമില്ലാത്തതിന് കാരണം എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചത് തന്നെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടു. അത് അത്രയും ഉണ്ട്, നമ്മളത് കോൺഫിഡന്റുമാണ്. 10ാം ക്ലാസ് ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് അവസാന ഭാഗം നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പോകും. പക്ഷെ ചില കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. വോൾട്ടാ സെൽ ഉദാഹരണം, അത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നതാണ്, അത് വന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിന്റെ ഫോർമുല യൂണിറ്റ് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു കാര്യം അവിടെ വന്നിട്ടുണ്ട്. അതൊരല്പം അഡീഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പിന്നെ സെക്കൻഡറി പ്രൈമറി ബാറ്ററി, അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൂടുതൽ വന്നിട്ടുണ്ട്. അതൊക്കെ അധ്യാപകർ കാര്യമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വൈദ്യുത പ്രവാഹത്തിനെ കുറിച്ച് സുരേഷ് സാർ പറഞ്ഞ ഒരു ഉദാഹരണവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഇന്ന് സുരേഷ് സാർ പറഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം മനസ്സിലായി. 1 മീറ്റർ ദൂരം ട്രാവൽ ചെയ്യണമെങ്കിൽ എന്തുമാത്രം സമയം എടുക്കുന്നു എന്നുള്ളത് നമുക്കൊരു കുട്ടികളോട് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ പറ്റിയ ഒരു ആശയമാണ്. സാറ് പറഞ്ഞ ഇൻട്രൊഡക്ടറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ആ ഒരു എക്സ്പെരിമെന്റ്, അത് വളരെ രസകരമാണ്. ആ ഒരു എക്സ്പെരിമെന്റ് കൊണ്ട് തന്നെ കുറേയേറെ ഒരു വ്യത്യാസം ക്ലാസ് റൂമിൽ ഉണ്ടാകും. അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്ത് വരുന്ന ഒരു കാര്യം ഈ ചാപ്റ്ററിലേക്ക് അവർ കടന്ന് ഒരു ഇൻവോൾവ് ചെയ്യും. അതാണ് ഇപ്പൊ ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട്. അതാണ് ചാപ്റ്ററിലേക്ക് കടക്കാൻ അവരെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, ഇമേഴ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് സമയം കൂടെ എല്ലാവരും ഒന്ന് ക്ഷമയോടെ ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ ഞാൻ 2 കാര്യം പറഞ്ഞോട്ടെ സാർ. പറയണം സാർ. നമ്മുടെ ഓംസ് ലോ ചെയ്യുമ്പോഴേ പട്ടിക 7 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതില് 2 സെല്ലുകൾ കൊടുക്കുമ്പോൾ അവിടെ ടേബിൾ 3 വോൾട്ട് അവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ 2 സെല്ല് 1.5ന്റെ 2 സെല്ല് വെച്ചാൽ ചിലപ്പോൾ 3 വോൾട്ട് കിട്ടൂല, അത് കുറവായിട്ട് കാണിക്കൂല. അപ്പൊ അത് തെറ്റായിട്ട് ധരിക്കണ്ട. അപ്പൊ ടെക്സ്റ്റിലുള്ള 3 വോൾട്ട് തന്നെ കിട്ടണം എന്ന് വാശി പിടിക്കണ്ട, അതിൽ കുറവ് മാത്രമേ അവിടെ കിട്ടൂ. ഒരു കാര്യം അത്. പിന്നെ സുരേഷ് സാറ് പറഞ്ഞ പെൻസിലിന്റെ പീസുകളുടെ തള്ളുമ്പോഴുള്ള ഉദാഹരണം കേട്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം തോന്നി. നമ്മൾ ആദ്യം പൊട്ടൻഷ്യൽ വ്യത്യാസം കാണിക്കാൻ ഉപയോഗിച്ച ട്യൂബില്ലേ, ആ ട്യൂബിനകത്ത് നമ്മൾ മാല ഉണ്ടാക്കാനുള്ള കുറെ മുത്തുകൾ അടുക്കി കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരറ്റത്തുനിന്ന് ഒരു മുത്ത് തട്ടുമ്പോൾ അങ്ങേ അറ്റത്തുനിന്ന് മറ്റൊരു മുത്ത് പോകുന്നത് രീതിയിലുള്ള കാര്യം കാണിച്ചു കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോ തോന്നിയതാണ്. ഓക്കെ.
ഓക്കെ സർ, ബാക്കി തുടർന്നോളൂ. സാർ, അതില് ഒരു സംശയം വന്നത്, ഞാനത് ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, നോക്കിക്കോട്ടെ. പേജ് നമ്പർ സാർ, വേറെ ഏതെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം സാർ, ഞാൻ ആ ടെക്സ്റ്റ് എടുക്കുന്ന ഒരു സമയം കൊണ്ട്. ആർക്കും എന്നെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഏത് ഭാഗവും എന്തെങ്കിലും എക്സ്പ്ലനേഷന് കൂടുതൽ ആശയം വേണമെങ്കിൽ അതും ആവശ്യപ്പെടാം. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, കപ്പാസിറ്ററുമായി കണക്ട് ചെയ്യുന്നൊരു ഭാഗം വരുന്നതല്ലേ, ഞാൻ അത് ശരിക്കും കേട്ടില്ല. അപ്പോ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നത് സ്റ്റോപ്പ് ആവും, അതായത് പ്രകാശം നിലയ്ക്കും. അതെ. എന്നാലും പറയണ്ടേ, ഞാൻ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോ അവിടെ നിന്ന് നമുക്കത് നല്ല രീതിയിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം? ബാറ്ററി ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതും കപ്പാസിറ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതും കപ്പാസിറ്റർ ആയപ്പോഴത്തേക്ക് അതിലെ ചാർജ് പെട്ടെന്ന് തീർന്നു പോയത് കൊണ്ട് അതിന് തുടർച്ചയായിട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ സാധിച്ചില്ല. എന്നാൽ ബാറ്ററി ആയപ്പോ അതിന് കൂടുതൽ നേരം പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ സാധിച്ചു. അതുകൊണ്ട് കൂടുതൽ നേരം കറണ്ട് പ്രവഹിച്ചു. അതുകൊണ്ട് ബൾബ് കൂടുതൽ നേരം കത്തി. അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരുന്നാൽ മാത്രമേ കറണ്ട് പ്രവഹിക്കൂ എന്ന് ഒന്നുകൂടി നന്നായിട്ട് ഉറപ്പിക്കാൻ കഴിയും അത് ആ ഭാഗം. പിന്നെ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കപ്പാസിറ്ററിൽ ചാർജ് ഉണ്ടെന്നുള്ളതിന് തെളിവായിട്ട് ഫാനിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ നേരത്തെ ചാർജ് ചെയ്തുകൊണ്ട് പോവാം. മെയിൻസ് കൊടുത്തതിനെ ചാർജ് ചെയ്തുകൊണ്ട് പോയിട്ട് അതിന്റെ 2 വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുകയാണെങ്കിൽ നല്ലൊരു സ്പാർക്ക് ക്ലാസ് കാണിക്കും. നല്ലൊരു സ്പാർക്ക് കാണും. അപ്പൊ അത് കപ്പാസിറ്റർ ചാർജ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ശരി സാർ, താങ്ക് യു. സർ, ടേബിൾ 7.8 വ്യത്യാസം എന്തുവായിരുന്നു? 7.8 നമുക്ക് V/I ഒരേപോലെ വാല്യൂ വന്നാലല്ലേ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആവുള്ളൂ. അവിടെ വാല്യൂകൾ മാറിപ്പോയി. അത് V/I R ഒരേ വാല്യൂ കിട്ടത്തക്ക വേണം വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് തിരുത്തിയിട്ട് വേണം പഠിപ്പിക്കാൻ. ഒരെണ്ണം 9 ഓം കിട്ടും, 0.5 ആംപിയർ കിട്ടും, 6 വോൾട്ട് കിട്ടും. അതെ അതെ. അജയ് സാറേ, കേട്ടില്ല, ബ്രേക്ക് ആയി പോയി. കപ്പാസിറ്റർ സാറേ, കപ്പാസിറ്ററിന്റെ വാല്യൂ നമ്മൾ കുറച്ചുകൂടെ കൂടിയ വാല്യൂ ഉള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കറണ്ട് കിട്ടുമോ സർ? കുറച്ചുകൂടെ സമയം കിട്ടും. പക്ഷേ ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ട. 1-2 സെക്കൻഡ് വ്യത്യാസമൊക്കെ കിട്ടുള്ളൂ. സാർ, അത് പാരലായിട്ട് ഒരു 2-3 കൊടുത്താലോ സർ, വാല്യൂ കൂടിയ കപ്പാസിറ്റർ? അപ്പോഴും കുറച്ചുകൂടെ സമയം കൂട്ടി കിട്ടും. അപ്പോഴും തുടർച്ചയായി കത്തുവോ സാർ? തുടർച്ചയായിട്ട് കൂടുതൽ സമയം കത്തുവോ? പിന്നെ ഒരുപാട് നേരം ഒന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല. കാരണം കപ്പാസിറ്റർ ലിമിറ്റ് ഉണ്ട് ചാർജിന്. പിന്നെ കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സെല്ല് പോലെയല്ല, അതിന് വേറെ ഫോർമുലയൊക്കെ വേറെയാണ്. പിന്നെ നമ്മുടെ +2 തലത്തില് എക്സ്പ്ലനേഷൻ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്ത് കാണിക്കേണ്ട ക്ലാസ്സിൽ. നമ്മുടെ +2 തലത്തിലുള്ള കപ്പാസിറ്റർ കണക്ഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സെല്ല് കണക്ട് ചെയ്യുമ്പോഴും കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോഴും ഒരുപോലെ അല്ല. സർ, ഒരു സംശയം. ഗാൽവനിക് സെൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ബൾബ് കത്താൻ എത്ര എമൗണ്ട് ഒഴിക്കണം എന്നുണ്ടോ? ഡൈല്യൂട്ട് ആയിട്ടാണോ നമ്മള് അതിലേക്ക് ഒഴിക്കുന്നത്? എനിക്ക് ബൾബ് കത്തിയിട്ടില്ല, LED ബൾബ് എനിക്ക് കത്തിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു സീരീസ് ആക്കി വേറൊരു സെല്ലും കൂടി വെച്ച് നോക്കി, എന്നിട്ടും ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. നമുക്ക് ഒരു LED കത്തണമെങ്കിൽ 2 വോൾട്ടെങ്കിലും വേണം. 1 വോൾട്ട് നമ്മുടെ ഗാൽവനിക് സെല്ലല്ല, വോൾട്ടാ സെല്ലാണ് പഠിപ്പിക്കുന്നത്. വോൾട്ടാ സെല്ലില് കിട്ടാവുന്ന മാക്സിമം 1.1 വോൾട്ട് ആണ്. അത് കോൺസെൻട്രേറ്റ് ആസിഡ് ഉപയോഗിച്ചാൽ ഒട്ടും കിട്ടൂല. കാരണം കോൺസെൻട്രേറ്റ് ആസിഡ് H+, SO4 2- എന്നിങ്ങനെ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ട് കറണ്ട് കിട്ടില്ല. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അയണൈസേഷൻ നടക്കുകയുള്ളൂ. ബട്ട് വളരെ ഡൈല്യൂട്ട് ആയിപ്പോയാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വീണ്ടും കുറയുകയും ചെയ്യും. ഒരു 2 സെല്ലെങ്കിലും സീരീസ് ആക്കി വെച്ചിട്ട് ചുവപ്പ് LED ഉപയോഗിച്ച് നോക്കുക. നീല അപ്പോഴും കത്തൂല. ഓക്കെ സാർ. ഓക്കെ സാർ 137ാമത്തെ പേജിലെ സുരേഷ് സാർ, സുരേഷ് സാർ കേൾക്കാമോ? കേൾക്കാം. 137ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ ഞാൻ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചില്ല, ഇത് വായിച്ചു വന്നപ്പോൾ പെട്ടെന്ന് അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നിയതാണ്. സാർ ഒന്ന് ശ്രദ്ധിക്കാമോ? അതായത് ആദ്യത്തെ പാരഗ്രാഫ്, ഉപയോഗിച്ചു കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്ന തരം വൈദ്യുത സ്രോതസ്സുകളാണ് സെക്കൻഡറി സെല്ലുകൾ. അതെ, സംഭരണ സെല്ലുകൾ എന്നും അറിയപ്പെടുന്നു. ഒന്നിലധികം സെല്ലുകൾ ക്രമീകരിച്ച് ഒരു വൈദ്യുത സ്രോതസ് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. സെക്കൻഡറി സെല്ലുകൾക്ക് ഓർ ബാറ്ററികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതുക എന്ന് അതായത് ഇപ്പോ നമ്മുടെ കാറിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ ഒരു റീചാർജബിൾ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് 2 വോൾട്ടിന്റെ 6 സെല്ലുകളാണുള്ളത്. അപ്പൊ 2 വോൾട്ടിന്റെ ഒരു സെല്ലായിട്ട് എടുത്താലും നമുക്ക് 2 വോൾട്ടിന്റെ സ്രോതസ്സായിട്ട് ഉപയോഗിക്കാം. ആ 6 ചേരുമ്പോ 12 വോൾട്ടിന്റെ ബാറ്ററി ആയി. അതുകൊണ്ടാണ് സെൽ ഓർ ബാറ്ററി എന്ന് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡറി സെൽ ആകുമ്പോൾ അവിടെ 2 വോൾട്ട് ആവും, പക്ഷേ ബാറ്ററി ആകുമ്പോൾ അത് 12 വോൾട്ട് ആയി. ക്ലാസ് എടുക്കാൻ വന്ന സംശയം വരുന്നത് അവിടെയല്ല സാർ. ബാറ്ററി എന്ന് പറയുമ്പോൾ ഡ്രൈ സെല്ലിനെ നമുക്ക് ഒരു ഒന്നിലധികം കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ബാറ്ററി എന്ന് വിളിക്കുമല്ലോ. അതെ, 2 അതിലധികമോ സെല്ലുകൾ ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് കറണ്ട് വോൾട്ടേജും കിട്ടത്തക്കണം ഉപയോഗിച്ചാൽ ആ ഗ്രൂപ്പിനെയാണ് ബാറ്ററി എന്ന് പറയുക. ഒന്നായിട്ട് നിൽക്കുമ്പോൾ സെല്ലെന്നും സാർ അത് സെക്കൻഡറി ആയാലും പ്രൈമറി ആയാലും സെല്ലുകളുടെ കോമ്പിനേഷൻ ബാറ്ററിയാണ്. അല്ല ഞാൻ അങ്ങനെയല്ലേ സാർ? സുരേഷ് സാർ, സനൽ സാറ് ചോദിച്ചത് എനിക്ക് മനസ്സിലായി. അത് ഇങ്ങനെ വായിക്കണം: സെക്കൻഡറി സെല്ലുകൾക്ക് ഓർ ബാറ്ററികൾക്ക് എന്നുള്ളത് സെക്കൻഡറി സെല്ലുകൾക്ക് അല്ലെങ്കിൽ സെക്കൻഡറി ബാറ്ററികൾക്ക്. അതെ, അതാണ് ഞാൻ ചോദിച്ച സംശയം. അതവിടെ ഒരു ഉണ്ട്. അല്ലെങ്കിൽ സെക്കൻഡറി സെല്ല് / ബാറ്ററി അല്ല, സെക്കൻഡറി സെൽ ഓർ സെക്കൻഡറി ബാറ്ററി എന്ന് തന്നെ അത് അങ്ങനെയാണ് റീഡ് ചെയ്യണം. അതെ, അതാ ഒരു കറക്ഷൻ ആണ്. അപ്പൊ അതൊന്ന് എനിക്ക് തോന്നുന്നത് സെക്കൻഡറി എന്നുള്ളത് പൊതുവായിട്ട് എന്നുള്ളതായിരിക്കും അവിടെ ഉദ്ദേശിച്ചത്. സെക്കൻഡറി സെല്ലുകൾക്ക് അല്ലെങ്കിൽ സെക്കൻഡറി ബാറ്ററികൾക്ക്. സെക്കൻഡറി റിപ്പീറ്റ് ചെയ്യാതെ എഴുതിയിരിക്കുകയാണ്. അത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും. കുട്ടികളെ വാക്ക് റിപ്പീറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന അഭംഗി ഒഴിവാക്കാനായിട്ട് സ്ലാഷ് ഇട്ട് എഴുതിയതാണ്. അപ്പൊ അതൊന്ന് ക്ലാസ്സുകളിൽ പറയുമ്പോൾ കുട്ടികൾക്ക് ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും. അതുപോലെ അതിന്റെ കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് സാർ. നിക്കൽ കാഡ്മിയം ബാറ്ററി, നമ്മുടെ ടോർച്ച് ഒക്കെ, നമ്മൾ മൊബൈലില്, ലാപ്ടോപ്പ്, അതെല്ലാം സെക്കൻഡറി സെല്ലുകളാണ്. കാരണം നമുക്ക് വീണ്ടും വീണ്ടും ചാർജ് തീരുമ്പം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. അതെ സാർ, വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു സമയമായി. ആർക്കെങ്കിലും ഒരു മിനിറ്റ് സമയം കൂടെ ഉണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സനൽ സാർ. പറയണം സാർ. നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ചുവപ്പ് പച്ച LED-കൾ 2 വോൾട്ടിന്റെയാണ്. പക്ഷെ നമുക്ക് 2 ഡ്രൈ സെല്ലിൽ ചേർത്താൽ 3 വോൾട്ടേ കിട്ടും. അപ്പൊ ചുവപ്പ് അല്ലെങ്കിൽ പച്ച LED സേഫായിട്ട് കത്തിക്കാൻ എന്ത് ചെയ്യണം? ഒരു റെസിസ്റ്റർ കൊടുക്കണം. അതിന്റെ വാല്യൂ എത്ര ഓമാണ് കൊടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രയോഗിക്കുന്നത് 3 വോൾട്ടാണ്. LED-ക്ക് വേണ്ടത് 2 വോൾട്ടാണ്. അപ്പൊ അവിടെ അധിക വോൾട്ടേജ് 1 വോൾട്ടാണ് വേണ്ടത്. 2, നമ്മൾ പ്രയോഗിച്ചത് 3, അപ്പൊ വ്യത്യാസം 1. ഒരു LED-ക്ക് വേണ്ടത് 20 മില്ലി ആംപിയർ കറണ്ടാണ്. ആ അധിക വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 1/20 മില്ലി ആംപിയർ. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം ഏകദേശം 50 ഓമിന് കിട്ടും.
അങ്ങനെ റെസിസ്റ്റൻസ് കണക്കാക്കി നമുക്ക് സീരീസിൽ വെച്ച് കൊടുക്കാം. ഓക്കെ സർ. ഓക്കെ, നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട്, അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ശാസ്ത്ര ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് ഫിസിക്സ് ക്ലാസ്സിലെ നർമ്മം. അത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി നിരന്തരം സുരേഷ് സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നു. അത് ക്ലാസ് റൂമിൽ പലരും വളരെ വിജയകരമായി അത് നടപ്പിലാക്കുന്നുണ്ട്. അത് വളരെ രസകരമായി മുന്നോട്ട് പോകുന്നു. അത് ഞാൻ ഈ സമയത്ത് സുരേഷ് സാറിനോടുള്ള പ്രത്യേക നന്ദി പറയാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ സാറ് കൃത്യമായി അത് ചെയ്യുകയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ഒരു പുതിയൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ അതായത് എക്സ്പെരിമെന്റ് മാജിക്കിലൂടെ എന്നുള്ളത്, അത് എന്താണ്, നമ്മൾ നേരിട്ടുള്ള ഫിസിക്കൽ ആയിട്ട് ഒരു ട്രെയിനിങ് അധ്യാപകർക്ക്, ഫിസിക്സ് അധ്യാപകർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പൊ അത് നമുക്ക് വരുന്ന അടുത്ത മാസം ഏതെങ്കിലും ഒരു അവധി ദിവസം താല്പര്യമുള്ളവർ നേരത്തെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് റൂം കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകുന്നതിന് വേണ്ടി സിമ്പിളായിട്ട് ചില എക്സ്പെരിമെന്റ്സ് മാജിക്കിലൂടെ കാണിക്കുന്ന, വളരെ രസകരമായി കാണിക്കുന്ന ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് താല്പര്യമുള്ളവർ അത് ആ സമയത്ത് രജിസ്റ്റർ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, കഴിഞ്ഞ വർഷം നമ്മൾ വിജയകരമായി നടത്തിയ ഒരു കാര്യമായിരുന്നു. ഏതാണ്ട് 1000-ഓളം കുട്ടികൾ പങ്കെടുത്ത മീറ്റ് എ മാസ്റ്റർ എന്ന് പറയുന്ന പ്രോഗ്രാം ഇത്തവണയും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും അധികം മാസ്റ്റേഴ്സ് നമുക്കിപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് താല്പര്യമുള്ളവരെല്ലാം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായിരുന്നു, ഈ ബ്രേക്കിനിടയിലായിരുന്നു. മറ്റു പരീക്ഷ ഫിസിക്സിന് തൊട്ട് മുമ്പുള്ളത് വളരെയധികം പ്രയോജനം ചെയ്തു എന്ന് പലരും പറഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യവും നമ്മളത് ചെയ്യുന്നതിന് വേണ്ടി താല്പര്യമുണ്ട്. അപ്പൊ അത് കാര്യങ്ങളിലും ഉള്ള ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം വളരെ വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു, നല്ല ഇൻവോൾവ്മെന്റ് ആയിരുന്നു. നമ്മുടെ ഫാക്കൽറ്റികളെല്ലാം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നു. ഒരു ആശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ, ഒരാശങ്കയല്ല, നമുക്കിപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകുന്നു എന്നാണ് തോന്നുന്നത്. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ, അക്കാര്യത്തെ സംബന്ധിച്ച് പൊതുവായിട്ട് പറയാനുണ്ടെങ്കിൽ, എന്താ തോന്നുന്നു എന്നുള്ളൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു മിനിറ്റ് ഒരു അവസരമുണ്ട്. അത് ഇല്ലെങ്കിൽ നമുക്ക് ബ്രിജറ്റ് ടീച്ചർ ഇത് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കും. ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? ഒരു താങ്ക് യു ഈ വന്ന അധ്യാപകരോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫീഡ്ബാക്ക് ആയിട്ട് പറഞ്ഞാൽ അവർക്കും അവർ ചെയ്ത ഒരു എഫേർട്ടിനുള്ള ഒരു ആദരവ് അതാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്ലീസ്. ഞാൻ പറയട്ടെ? തീർച്ചയായിട്ടും. ഞാൻ നെയ്യാറ്റിൻകര സബ് ജില്ലയിലുള്ള ആളല്ല, ഞാൻ ആറ്റിങ്ങൽ സബ് ജില്ലയിൽ നുഴഞ്ഞു കയറിയതാണ്. എന്റെ പേര് ജയമോള്, GVHSS ഞെക്കാട് സ്കൂൾ. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ടീച്ചർ പറഞ്ഞോ ടീച്ചർ. വളരെ ഉപകാരപ്പെട്ടു സാർ. ഞാനിത് കണ്ടപ്പോ തൊട്ടേ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ കരുനാഗപ്പള്ളിയാണ് വീട്. വീട്ടിൽ വന്നപ്പോ തന്നെ 7:45 കഴിഞ്ഞു, ഇന്ന് ഈവനിങ് ക്ലാസ്സും കഴിഞ്ഞിട്ട്. പിന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഞാൻ അതിനകത്ത് കയറി ഇത്രയും നേരം ഉണ്ടായിരുന്നു. ഭയങ്കര ഉപകാരമായിരുന്നു. ഒത്തിരി സംശയങ്ങൾക്ക് ഉള്ളൊരു മറുപടിയായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇപ്പൊ നെയ്യാറ്റിൻകരയിൽ ഞാൻ ഗ്രൂപ്പിൽ വരെ ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാല് അവിടുത്തെ ഒരു വർക്ക് കണ്ടിട്ടാണ്. ഒത്തിരി സന്തോഷമുണ്ട് സാർ. ഒത്തിരി സംശയങ്ങൾക്കുള്ളൊരു ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. എന്തായാലും ഒത്തിരി നന്ദി. ഓക്കെ ടീച്ചർ, താങ്ക് യു.